Dear on, ഒരു മാട്രിക്സിൻ്റെ ഡയഗണലൈസേഷനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡയഗണലൈസേഷൻ സാധ്യമാക്കുന്നത് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻസിലൂടെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് പരിചയപ്പെടാം. സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻസിലൂടെ കിട്ടുന്ന മാട്രിക്സുകൾക്കാണ് സിമിലർ മാട്രിസസ് എന്ന് പറയുന്നത്. So we start with the definition of similar matrices. Let A and B be square matrices of order n. Same ഓർഡറിലുള്ള രണ്ട് സ്ക്വയർ മാട്രിക്സുകളാണ് എയും ബിയും. Then we say that B is similar to A if B is equal to P inverse A into P for some invertible matrix P of order n. B എന്ന് പറയുന്ന മാട്രിക്സ് എയോട് സിമിലർ ആണെന്ന് പറയണമെങ്കിൽ ബിയെ ഈ രൂപത്തിൽ എഴുതാൻ കഴിയണം. എന്താണ് ഈ രൂപത്തിൻ്റെ പ്രത്യേകത? ഏതെങ്കിലും ഒരു ഇൻവേർട്ടിബിൾ മാട്രിക്സ് എടുത്തുകൊണ്ട് അതിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് എയെ പ്രീ മൾട്ടിപ്ലൈ ചെയ്ത് ശേഷം പി കൊണ്ട് പോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ കിട്ടുന്ന ഒരു മാട്രിക്സാണ് ബി. എങ്കിൽ നമുക്കെന്ത് പറയാം? ബി എയോട് സിമിലർ ആണെന്ന് പറയാം. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു മാട്രിക്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള മാട്രിക്സുകൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ വേ. അതായത് ഒരു ഇൻവേർട്ടിബിൾ മാട്രിക്സ് എടുക്കുക, അതിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് ഈ എയെ പ്രീ മൾട്ടിപ്ലൈ ചെയ്യുക, ശേഷം പി കൊണ്ട് പോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് എയുടെ അതേ ഓർഡറിലുള്ള മറ്റൊരു മാട്രിക്സ് കിട്ടും. അത് എയോട് സിമിലർ ആണെന്ന് പറയാം. ഇനി ബി എയോട് സിമിലർ ആണെങ്കിൽ നേരെ തിരിച്ച് എ ബിയോട് സിമിലർ ആയിട്ട് വരും കേട്ടോ. അതായത് അത് വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ബി ഈക്വൽ ടു പി ഇൻവേഴ്സ് എ പി ആണെങ്കിൽ, അതായത് ബി എയോട് സിമിലർ ആണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഈ എയെ സോൾവ് ചെയ്തെടുക്കാം. അതായത് പി കൊണ്ട് ബി എ പ്രീ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ പി ഇൻവേഴ്സ് എന്നുള്ള ഐഡൻറ്റിറ്റി ആവും. എന്നിട്ട് പോസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് പി ഇൻവേഴ്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എ ആയിരിക്കും. അതായത് നമുക്ക് എയെ എങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ട്? പി ഇൻവേഴ്സ് പി ആണല്ലോ, ബി പി ഇൻവേഴ്സ്. അതായത് ആ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്ന ഈ രൂപത്തിൽ തന്നെ എഴുതാൻ പറ്റുന്നുണ്ട് വിത്ത് മാട്രിക്സ് പി ഇൻവേഴ്സ്. ഓക്കെ, സോ എ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ബി വയ എ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. സോ എ ഈസ് സിമിലർ ടു ബി. ഓക്കെ, ഈ പി ഇൻവേഴ്സ് എ പി എന്ന് പറയുന്നതിനെയാണ് ഒരു സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻവെർട്ടിബിൾ മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് പ്രീ മൾട്ടിപ്ലൈ ചെയ്ത് ആ മാട്രിക്സ് കൊണ്ട് പോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ രണ്ട് ഓപ്പറേഷൻസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, അതിനെയാണ് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുക. ഇപ്പോൾ ഒരു മാട്രിക്സിൽ ഒരു സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കിട്ടുന്ന മാട്രിക്സ് ആ മാട്രിക്സിനോട് സിമിലർ ആണ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി എന്താണ് ഡയഗണലൈസബിലിറ്റി? A square matrix A of order n is said to be diagonalizable if it is similar to a diagonal matrix of order n. Good idea. അതായത് ഒരു സ്ക്വയർ മാട്രിക്സ് ഡയഗണലൈസബിൾ ആണ് എന്ന് പറയണമെങ്കിൽ അത് ഈ സ്ക്വയർ മാട്രിക്സിൻ്റെ അതേ ഓർഡറിലുള്ള ഒരു ഡയഗണൽ മാട്രിക്സിനോട് സിമിലർ ആയിട്ട് വരണം. അതായത് ഏതെങ്കിലും ഒരു ഇൻവെർട്ടിബിൾ മാട്രിക്സ് കൊണ്ട് അതിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് എയെ പ്രീ മൾട്ടിപ്ലൈ ചെയ്ത് ശേഷം ആ മാട്രിക്സ് കൊണ്ട് എ പോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ, അഥവാ ഒരു സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷനിലൂടെ എയെ കടത്തിവിട്ടാൽ നമുക്കൊരു ഡയഗണൽ മാട്രിക്സ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കെന്ത് പറയാം? എ ഡയഗണലൈസബിൾ ആണ് എന്ന് പറയാം. ഓക്കെ, കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് എഴുതിയിരിക്കുകയാണ് തുടർന്ന്. ദാറ്റ് ഈസ് ഇഫ് പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി വെർ ഡി ഈസ് എ ഡയഗണൽ മാട്രിക്സ് ആൻഡ് പി ഈസ് ആൻ ഇൻവെർട്ടിബിൾ മാട്രിക്സ്. ഹിയർ ദ മാട്രിക്സ് പി ഈസ് കോൾഡ് എ ഡയഗണലൈസർ ഓഫ് എ. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു മാട്രിക്സ് ഡയഗണലൈസബിൾ ആവുക എന്ന് പറഞ്ഞാൽ അർത്ഥം ആ മാട്രിക്സിൻ്റെ ഒരു സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷനിലൂടെ നമുക്കൊരു ഡയഗണൽ മാട്രിക്സിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ ഡയഗണലൈസബിൾ ആയിട്ടുള്ള മാട്രിക്സ് ആണ് എന്ന് വിളിക്കാം. ഇനി ആ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഇൻവെർട്ടിബിൾ മാട്രിക്സ് ഉണ്ടല്ലോ പി എന്ന് പറയുന്നത്, അത് ഈ മാട്രിക്സിൻ്റെ എയുടെ ഒരു ഡയഗണലൈസർ ആണ് എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ഡയഗണലൈസർ ഒരെണ്ണം ആവണമെന്നില്ല, ഒന്നിൽ കൂടുതൽ ഡയഗണലൈസേഴ്സ് ഉണ്ടാകാം. നെക്സ്റ്റ്, എപ്പോഴാണ് ഒരു മാട്രിക്സ് ഡയഗണലൈസബിൾ ആവുന്നത്? ക്രൈറ്റീരിയ ഫോർ ഡയഗണലൈസബിലിറ്റി, കണ്ടീഷൻ ഫോർ ഡയഗണലൈസബിലിറ്റി. എ സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ n ഈസ് ഡയഗണലൈസബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐജൻവെക്ടേഴ്സ്. ഒരു സ്ക്വയർ മാട്രിക്സ് ഓർഡർ n ആയിട്ടുള്ള ഒരു സ്ക്വയർ മാട്രിക്സ് ഡയഗണലൈസബിൾ ആവണമെങ്കിൽ നിർബന്ധമായും അതിൻ്റെ ഓർഡർ എത്രയാണോ അത്ര തന്നെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഐജൻ വെക്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു 2x2 മാട്രിക്സ് ഡയഗണലൈസബിൾ ആവണമെങ്കിൽ അതിന് 2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഐജൻ വെക്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഐജൻ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐജൻ വാല്യൂസും ഐജൻ വെക്റ്റേഴ്സും പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഓരോ ഐജൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഐജൻ വെക്ടറുകൾ കമ്പ്യൂട്ട് ചെയ്യാറുണ്ട് അല്ലേ. ഈ നമുക്ക് കിട്ടുക ആക്ച്വലി ഒരു സിംഗിൾ ഐജൻ വെക്ടർ ആയിരിക്കില്ല, ഒരു ഫാമിലി ഓഫ് ഐജൻ വെക്റ്റേഴ്സ് ആയിരിക്കും കിട്ടുക.
ആ ഫാമിലിയെ ജനറേറ്റ് ചെയ്യുന്ന ബേസ് ഐജൻ വെക്റ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, ആ ബേസ് ഐജൻ വെക്റ്റേഴ്സിൻ്റെ നമുക്ക് അതിനെ എടുക്കുകയാണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഐജൻ വെക്റ്റേഴ്സിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഐജൻ വെക്റ്റേഴ്സിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഓർഡർ n ആണെങ്കിൽ അത്ര തന്നെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഐജൻ വെക്റ്റേഴ്സ് ഒരു മാട്രിക്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ആ മാട്രിക്സ് ഡയഗണലൈസബിൾ ആവൂ. ഓക്കെ, നേരെ തിരിച്ചും ഡയഗണലൈസബിൾ ആണെങ്കിൽ അങ്ങനെ കഴിയും. ഇനി ഇങ്ങനെ കഴിയുകയാണെങ്കിൽ, അതായത് ആ മാട്രിക്സിൻ്റെ ഓർഡറിൻ്റെ എണ്ണത്തിനനുസരിച്ച് അത്ര തന്നെ ഈക്വലായിട്ട് ഇൻഡിപെൻഡൻറ്റ് ഐജൻ വെക്റ്റേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാൻ അതിന് പറ്റുന്നുണ്ടെങ്കിൽ അത് ഡയഗണലൈസബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഐഡിയ ഒന്നുകൂടെ ഈ റിമാർക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇഫ് v1 v2 etc vn are n linearly independent eigen vectors of an n by n matrix A, then the matrix P whose columns are the n eigenvectors diagonalizes A. Further, the corresponding diagonal matrix has eigenvalues of A as its diagonal entries. That is, P inverse AP will be equal to D, where the diagonal entries are the eigenvalues of A. ഓക്കെ, എന്താ പറയുന്നത്? ഇവിടെ നമുക്ക് ഈ ക്രൈറ്റീരിയ പറയുന്നത് മനസ്സിലായല്ലോ. ഓർഡർ എത്രയാണോ അത്ര തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഐജൻ വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായും ആ സ്ക്വയർ മാട്രിക്സ് ഡയഗണലൈസബിൾ ആയിരിക്കും. നേരെ തിരിച്ചും ഇങ്ങനെ ഡയഗണലൈസബിൾ ആണെങ്കിൽ ഇത് ശരിയുമായിരിക്കും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു മാട്രിക്സിൻ്റെ ഐജൻ വെക്റ്റേഴ്സ് കമ്പ്യൂട്ട് ചെയ്തു. അതിന് n ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഐജൻ വെക്റ്റേഴ്സ് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടു. അതിനെയാണ് v1 v2 etc vn എന്ന് പേര് വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ n ഐജൻ വെക്ടറുകൾ കോളമായിട്ട് എഴുതിയിട്ടുള്ള ഒരു മാട്രിക്സ് ഫോം ചെയ്യുക. അതിനെ ഞാൻ പി എന്ന് വിളിച്ചു. ഈ v1 കഴിഞ്ഞ് ഞാനൊരു ബാർ ഇട്ടിരിക്കുന്നതിൻ്റെ അർത്ഥം ഈ v1 ഒരു കോളായിട്ട് എഴുതിയിരിക്കുന്നു. ദിസ് ഇസ് ദ ഫസ്റ്റ് കോളം, ആൻഡ് v2 ദിസ് ഇസ് ദ സെക്കൻഡ് കോളം, ദിസ് ഇസ് ദ തേർഡ് കോളം എക്സെട്ര, ദിസ് ഇസ് ദ ലാസ്റ്റ് കോളം, nth കോളം ഓഫ് ദിസ് മാട്രിക്സ്. അപ്പോൾ ഈ മാട്രിക്സിന് n കോളംസ് ഉണ്ട്. ഈ n കോളംസും വരുന്നത് എന്താണ്? നമ്മുടെ കയ്യിലുള്ള n ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഐജൻ വെക്റ്റേഴ്സാണ്. അപ്പോൾ ഈ n ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഐജൻ വെക്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കോളംസായി എഴുതിയിട്ടുണ്ടാക്കുന്ന മാട്രിക്സ് പി, അതായിരിക്കും നമ്മുടെ ഈ മാട്രിക്സിൻ്റെ ഡയഗണലൈസർ ആയിട്ടുള്ള പി എന്ന് പറയുന്ന മാട്രിക്സ്. അപ്പോൾ ഇത് ഉറപ്പായിട്ട് ഇൻവേർട്ടിബിൾ ആയിരിക്കും, കാരണം ഈ കോളംസ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണല്ലോ. ഇതിൻ്റെ പി ഇൻവേഴ്സ് കമ്പ്യൂട്ട് ചെയ്യുക, എന്നിട്ട് പി ഇൻവേഴ്സ് എ പി കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഡയഗണൽ മാട്രിക്സ് ആയിരിക്കും. മാത്രമല്ല, ആ ഡയഗണൽ മാട്രിക്സ് കിട്ടിയാൽ ആ ഡയഗണൽ മാട്രിക്സിൻ്റെ എൻട്രീസ്, ഡയഗണൽ എൻട്രീസ് പ്രിസൈസ്ലി എയുടെ ഐജൻ വാല്യൂസ് ആയിരിക്കും. അത് ഏത് ഓർഡറിലാണ് കിടക്കുക? നമ്മൾ ഈ മാട്രിക്സ് പി ഫോം ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഓർഡർ ഉണ്ടല്ലോ, ഐജൻ വെക്റ്റേഴ്സിനെ പ്ലേസ് ചെയ്ത ഓർഡർ ഉണ്ടല്ലോ, ആ ഓർഡറിലായിരിക്കും ഈ ഐജൻ വാല്യൂസ് കിടക്കുക. അതായത് ഈ ഡയഗണലിലെ ആദ്യത്തെ ഡയഗണൽ എൻട്രി λ1 എന്ന് പറയുന്നത് ഈ പി എന്ന് പറയുന്ന മാട്രിക്സിലെ ആദ്യത്തെ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐജൻ വാല്യൂ ആയിരിക്കും. അതുപോലെ ഇവിടുത്തെ രണ്ടാമത്തെ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐജൻ വാല്യൂ ആയിരിക്കും ഡയഗണലിലെ രണ്ടാമത്തെ എൻട്രി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓർഡറും തമ്മിൽ കണക്ഷനുണ്ട്. ഈ ഓർഡർ മാറുന്നതിനനുസരിച്ച് ഇവിടെ ഓർഡർ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് ഡയഗണൽ ഫോം തന്നെ കിട്ടും, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഏത് ഓർഡറിൽ എഴുതുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും ഇവിടെ ഉള്ള ഈ പ്ലേസ്മെൻറ്റ്. എനിവേ ഈ ഒരു ഡയഗണൽ ഫോമാണ് കിട്ടുക. അപ്പോൾ ഡയഗണലൈസേഷൻ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഈ ക്രൈറ്റീരിയയിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ആദ്യം ആ മാട്രിക്സിൻ്റെ ഐജൻ വാല്യൂസ് കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. ശേഷം അതിൻ്റെ ഐജൻ വെക്റ്റേഴ്സ്, എന്നിട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഐജൻ വെക്റ്റേഴ്സിനെ കൗണ്ട് ചെയ്ത് അത് ആ മാട്രിക്സിൻ്റെ ഓർഡർ എത്രയാണോ അത്ര തന്നെ കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടുന്നുണ്ടെന്ന് ഉറപ്പായാൽ ആ ഐജൻ വെക്റ്റേഴ്സ് കോളംസ് ആയിട്ട് എഴുതിയ ഒരു മാട്രിക്സ് ഫോം ചെയ്താൽ പി ഇൻവേഴ്സ് എ പി കമ്പ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആവശ്യത്തിനുള്ള, അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഡയഗണൽ ഫോം ആയിരിക്കും ഈ മാട്രിക്സിൻ്റെ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടെ ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഒരു സ്ക്വയർ മാട്രിക്സിന് n ഡിസ്റ്റിങ്ക്റ്റ് ഐജൻ വാല്യൂസ് ഉണ്ടെങ്കിൽ ഉറപ്പായും മാട്രിക്സ് ഡയഗണലൈസബിൾ ആയിരിക്കും. കാരണം n ഡിസ്റ്റിങ്ക്റ്റ് ഐജൻ വാല്യൂസ് ഉണ്ടെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഐജൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐജൻ വെക്ടറുകൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ λ1 λ2 ഇങ്ങനെ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഐജൻ വാല്യൂസ് ആണ് നമ്മുടെ മാട്രിക്സിനുണ്ടെങ്കിൽ λ1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐജൻ വെക്ടർ v1ഉം λ2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഐജൻ വെക്ടർ v2 എടുത്താൽ ഇവ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ മാട്രിക്സിന് n ഐജൻ വാല്യൂസ് ഉണ്ടെങ്കിൽ ഓരോ ഐജൻ വാല്യൂയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഐജൻ വെക്ടറുകൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള n ആളുകളെ കിട്ടും, വെക്റ്റേഴ്സ്. അതാണല്ലോ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയനിലുള്ളത്. ഒരു മാട്രിക്സ് ഡയഗണലൈസബിൾ ആവണമെങ്കിൽ
അതിൻ്റെ ഓർഡർ എത്രയാണോ അത്ര തന്നെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഐജൻ വെക്റ്റേഴ്സ് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ക്രൈറ്റീരിയ. ആ ക്രൈറ്റീരിയ നമുക്ക് ഇങ്ങനെയും മനസ്സിലാക്കാം. ഈ ക്രൈറ്റീരിയയിൽ നിന്ന് ഒരു മാട്രിക്സിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഐജൻ വാല്യൂസ് ഉണ്ടെങ്കിൽ ഉറപ്പായും അത് ഡയഗണലൈസബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രോബ്ലം ചോദിക്കുന്നത് ഒരു മാട്രിക്സ് തന്നിട്ട് ഇത് ഡയഗണലൈസബിൾ ആണോ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂവെങ്കിൽ എന്ത് ചെയ്താൽ മതിയാകും? അതിൻ്റെ ഐജൻ വാല്യൂസ് കമ്പ്യൂട്ട് ചെയ്ത് ആ ഐജൻ വാല്യൂസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയാകും. ഡിസ്റ്റിങ്ക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പറയാം ഡയഗണലൈസബിൾ ആണ്. പക്ഷേ ഡിസ്റ്റിങ്ക്റ്റ് അല്ല എന്ന് കരുതി, അതായത് ഇപ്പോൾ ഒരു 2x2 മാട്രിക്സിൻ്റെ λ1 λ2 ഞാൻ കണ്ടപ്പോൾ എനിക്ക് 3 എന്ന് വന്നു, സെയിം ആയിട്ട് വന്നു. അതിൻ്റെ അർത്ഥം ഈ മാട്രിക്സ് ഡയഗണലൈസബിൾ അല്ല എന്നല്ല. പിന്നെന്ത് നോക്കണം? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐജൻ വെക്റ്റേഴ്സ് കമ്പ്യൂട്ട് ചെയ്യണം. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 ഐജൻ വെക്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡയഗണലൈസബിൾ ആണ്. അതില്ല എങ്കിൽ ഡയഗണലൈസബിൾ അല്ല. ഓക്കെ. പക്ഷേ ഡിസ്റ്റിങ്ക്റ്റ് ഐജൻ വാല്യൂസ് ആണെങ്കിൽ പിന്നെ ഐജൻ വെക്റ്റേഴ്സ് കമ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാം ഇത് ഡയഗണലൈസബിൾ ആണ്. ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഐജൻ വെക്റ്റേഴ്സോട് കമ്പ്യൂട്ട് ചെയ്താലേ അതിൻ്റെ എണ്ണം മനസ്സിലാക്കിയാലേ ഡയഗണലൈസബിൾ ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. സി ദ ഫസ്റ്റ് പ്രോബ്ലം. ഡയഗണലൈസ് ദിസ് മാട്രിക്സ്. ഇതൊരു 2x2 മാട്രിക്സ് ആണ്. ഇഫ് പോസിബിൾ എന്ന് പറയുമ്പോൾ അതുകൊണ്ടുള്ള താല്പര്യം ഇത് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം നോക്കുക. എന്നിട്ട് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2x2 മാട്രിക്സ് ആണല്ലോ. ഈ 2x2 മാട്രിക്സിന് 2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയ ഐജൻ വെക്റ്റേഴ്സ് ഉണ്ടെങ്കിലാണ് ഇത് ഡയഗണലൈസബിൾ ആവുന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ അത് ഡയഗണലൈസബിൾ അല്ല. ഓക്കെ. എനിവേ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കും. അപ്പോൾ എ എന്ന് പറയുന്ന മാട്രിക്സ് എടുത്തു. ആദ്യം ഇതിൻ്റെ ഐജൻ വാല്യൂസ് കാണും. ഫസ്റ്റ് വി ഫൈൻഡ് ഐജൻ വാല്യൂസ് ഓഫ് എ. Eigen values of A are given by solving the characteristic equation determinant A minus lambda equal to 0. Determinant A minus lambda equal to 0 സോൾവ് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ മാട്രിക്സ് 5 4 1 2 ആണ്. ഡിറ്റ് എ മൈനസ് ലാംഡ എന്ന് പറയുമ്പോൾ ഡയഗണലിൽ ലാംഡ സബ്ട്രാക്ട് ചെയ്താൽ മതി, വേറെ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ 5 എന്നുള്ളത് 5 മൈനസ് ലാംഡയാവും. 4 4 തന്നെ ആയിട്ട് നിൽക്കും. 1 1 തന്നെയാണ്. 2 ഈ ഡയഗണൽ എൻട്രി ആണ്, അത് 2 മൈനസ് ലാംഡയാകും. സോ ഈക്വൽ ടു 0. ഈ ഡിറ്റർമിനൻറ്റ് കമ്പ്യൂട്ട് ചെയ്ത് 0 ആയിട്ട് ഈക്വേറ്റ് ചെയ്യുന്നു. 5 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 10 മൈനസ് 5 ലാംഡ മൈനസ് 2 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ എന്ന് കിട്ടും. മൈനസ് 4 ഈക്വൽ ടു 0. അതിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. ആദ്യം സ്ക്വയർ ടേം ലാംഡ സ്ക്വയർ, പിന്നെ ലാംഡയുടെ ടേം മൈനസ് 5 ലാംഡ മൈനസ് 2 ലാംഡ മൈനസ് 7 ലാംഡ, പിന്നെ 10 മൈനസ് 4 6 ഈക്വൽ ടു 0. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. പ്രോഡക്റ്റ് 6ഉം സം എടുക്കുമ്പോൾ -7 കിട്ടണം. അതായത് -1 -6 ആയിരിക്കും ആ നമ്പേഴ്സ് വരുന്നത്. സോ വി ഹാവ് ലാംഡ -1 ഇൻറ്റു ലാംഡ -6 ഈക്വൽ ടു 0. സോ ലാംഡ ഈക്വൽ ടു 1 ആൻഡ് ലാംഡ ഈക്വൽ ടു 6. ദീസ് ആർ ദ 2 വാല്യൂസ് ഫോർ ദി ലാംഡ. അപ്പോൾ 2 ഐജൻ വാല്യൂസ് നമുക്കിവിടെ കിട്ടി. അപ്പോൾ നോക്കൂ, ഇവിടെ 2x2 മാട്രിക്സ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 ഐജൻ വാല്യൂസ്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 ഐജൻ വാല്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ മാട്രിക്സ് ഉറപ്പായും ഡയഗണലൈസബിൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ ഡയഗണലൈസബിൾ ആണോ എന്നുള്ള ചോദ്യം മാത്രമായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കായിരുന്നു. ഡിസ്റ്റിങ്ക്റ്റ് ഐജൻ വാല്യൂസ് ഉണ്ട്, അതുകൊണ്ട് ഇത് ഡയഗണലൈസബിൾ ആയിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ അത് മാത്രമല്ല ഡിമാൻഡ് ചെയ്യുന്നത്, ഡയഗണലൈസ് ചെയ്യാൻ പറയുന്നുണ്ട്. പോസിബിൾ ആണെങ്കിൽ ഡയഗണലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതുകൂടെ ചെയ്യണം. സിൻസ് ദ ഐജൻ വാല്യൂസ് ആർ ഡിസ്റ്റിങ്ക്റ്റ്, ദ ഗിവൺ മാട്രിക്സ് ഈസ് ഡയഗണലൈസബിൾ. ഇനി നമ്മൾ ഡയഗണലൈസ് ചെയ്യുന്നു. ഡയഗണലൈസ് ചെയ്യാൻ എന്താ വേണ്ടത്? ഓരോ ഐജൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐജൻ വെക്ടറുകൾ കമ്പ്യൂട്ട് ചെയ്യാം. Next we find eigenvectors of A. First, eigenvectors corresponding to lambda equal to 1. അതെങ്ങനെ കാണുന്നത്? These are given by solving the system A minus I x equal to 0. അതായത് A minus lambda I x equal to 0യിൽ ലാംഡയ്ക്ക് 1 കൊടുക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഓക്കെ. വേർ x is the vector x1 x2. 2 വേരിയബിൾ ആണ് ഇവിടെ ഉണ്ടാവുക, ബിക്കോസ് A is സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ 2. ഓക്കെ. ഇനി നമുക്ക് A minus I എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിൻ്റെ കോഎഫിഷ്യന്റ് മാട്രിക്സിനെടുത്ത് റോ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാം. A മൈനസ് ഐ എന്താണ് വരിക? എ എന്ന് പറയുന്ന മാട്രിക്സ് 5 4 അല്ലേ, 5 4 1 2. അപ്പോൾ A മൈനസ് ഐ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡയഗണൽ എൻട്രീസിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ മതി. 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5 4 ആകും, 2 1 ആകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന മാട്രിക്സ് 1 4 1 4 4 1 4 അല്ല, സോറി 4 4 1 1 അല്ലേ, ഇങ്ങനെ വരും. ഓക്കെ. ഇനി റോ റെഡ്യൂസ് ചെയ്യുന്നു. നമുക്കിവിടെ R1 R2 ഇൻ്റർചേഞ്ച് ചെയ്യാം. കാരണം ഇവിടെ ആദ്യത്തെ എൻട്രി 1 ആക്കണമല്ലോ. ഇവിടെ ഓൾറെഡി രണ്ടാമത്തെ റോയിൽ 1 ഉണ്ട്. അപ്പോൾ അത് ഇൻ്റർചേഞ്ച് ചെയ്താലും മതി. അതല്ലെങ്കിൽ ഫസ്റ്റ് റോയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി കേട്ടോ.
എനിവേ ഞാനിവിടെ ഇൻ്റർചേഞ്ച് ചെയ്തു. സോ ഐ ഹാവ് 1 1 4 4. ഇനി രണ്ടാമത്തെ റോയിലുള്ള ഈ എൻട്രി 0 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഡു ദിസ് ട്രാൻസ്ഫോർമേഷൻ R2 ചേഞ്ചസ് ടു R2 മൈനസ് 4R1. അപ്പോൾ നമുക്ക് 1 1 0 0, അതായത് നമുക്ക് ആവശ്യമുള്ള എക്കലൻ ഫോമിലായിട്ടുണ്ട് മാട്രിക്സ്. റാങ്ക് 1 ആണ്. അപ്പോൾ ഫ്രീ വേരിയബിൾസിൻ്റെ എണ്ണം മൊത്തം 2 വേരിയബിൾസ് ഉണ്ടാകും, മൈനസ് 1. റാങ്ക് 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1. സോ ഫ്രീ വേരിയബിൾസിൻ്റെ എണ്ണം 1 ആണ്. ഇനി ഇതിൽ നിന്ന് ഈ എക്കണൻ ഫോമിൽ നമുക്ക് സിസ്റ്റം റെഡ്യൂസ് ചെയ്ത സിസ്റ്റം എഴുതാൻ പറ്റും. x1 പ്ലസ് x2 ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. അപ്പോൾ ഒരു ഇക്വേഷനാണുള്ളത്, x1 ഈക്വൽ ടു മൈനസ് x2. അപ്പോൾ x2 എന്ന് പറയുന്ന വേരിയബിളിന് ഫ്രീ ആയിട്ട് എടുത്താൽ നമുക്ക് x2ന് a എന്ന് കൊടുക്കാം, x1ന് ഇപ്പോൾ മൈനസ് x2 ആയതുകൊണ്ട് x1 ഈക്വൽ ടു മൈനസ് x2 ആണല്ലോ. x2ന് a എന്ന് എടുക്കുമ്പോൾ x1 വിൽ ബി ഈക്വൽ ടു മൈനസ് a. സോ വെക്ടർ x വിൽ ബി മൈനസ് a, ദാറ്റ് ഈസ് a ടൈംസ് നെഗറ്റീവ് 1 1. നോക്കൂ, അപ്പോൾ ഇവിടെ ഈ ബേസ് വെക്ടറായിട്ട് വരുന്നത് മൈനസ് 1 1 ആണ്. ഈ മൈനസ് 1 1 നമുക്കൊരു ഐജൻ വെക്ടറായിട്ട് എടുക്കാം. ആർക്ക് കറസ്പോണ്ടിങ് ആയിട്ട്? ലാംഡ ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ആയിട്ട്. So v1 equal to minus 1 1 is an eigenvector corresponding to lambda equal to 1. Next eigenvector corresponding to lambda equal to 6. These are given by solving the system a minus 6 I x equal to 0, where x is x1 x2. Okay, അതായത് ഡയഗണൽ എൻട്രീസിൽ നിന്ന് 6 സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, എയുടെ ഡയഗണൽ എൻട്രീസിൽ നിന്ന് 6 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഎഫിഷ്യൻ മാട്രിക്സ് കിട്ടും. സോ വി ഹാവ് a minus 6 I equal to minus 1 4 1 negative 4. ഇവിടെയും റോ റെഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് റോയെ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 1 നെഗറ്റീവ് 4. അതല്ലെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്താലും മതി, എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിവേ ഞാനിങ്ങനെ ഫസ്റ്റ് റോയെ ഇവിടെ നെഗറ്റീവ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ 1 എന്ന് വന്നു. ഇനി ഇവിടെ 0 വരുത്താൻ എന്ത് ചെയ്യുക? ചേഞ്ച് R2 ടു R2 മൈനസ് R1. സോ ഡൂയിങ് ദാറ്റ് ഓപ്പറേഷൻ സെക്കൻഡ് റോ കംപ്ലീറ്റ്ലി 0 ആയിട്ട് വരും. സോ ദിസ് ഇസ് ദ റിക്വയർഡ് എക്കലൻ ഫോം. റാങ്ക് ഈസ് 1, നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് ഈസ് 1. So the reduced system is x1 minus 4x2 equal to 0, means x1 equal to 4x2. Take x2 as free. x2 ന് b എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. So we have x1 equal to 4b. So the solution is 4bb, that is b times 41. നോക്കുക, അപ്പോൾ 41 എന്ന് പറയുന്നത് ഒരു ബേസ് ഐജൻ വെക്ടർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ദിസ് ഇസ് an ഐജൻ വെക്ടർ corresponding to lambda equal to 6. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഐജൻ വെക്ടറുകൾ ഈ 2x2 മാട്രിക്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ രണ്ടെണ്ണം ഇൻഡിപെൻഡൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞത്? ബിക്കോസ് ദേ ആർ കറസ്പോണ്ടിങ് ടു ഡിഫറെൻറ്റ് ഓർ ഡിസ്റ്റിങ്ക്റ്റ് ഐജൻ വാല്യൂസ്. അതുകൊണ്ടാണ് അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നൗ വി ഫോം ദ മാട്രിക്സ് P ഹൂസ് കോളംസ് ആർ ഐജൻ വെക്ടേഴ്സ്. അപ്പോൾ v1 എന്ന് പറയുന്നത് ആദ്യം കിട്ടിയ ഐജൻ വെക്ടർ, v2 എന്ന് പറയുന്ന രണ്ടാമത് കിട്ടിയ ഐജൻ വെക്ടർ. അത് കോളം ആയിട്ട് എഴുതാം. മൈനസ് 1 1 ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം ഈസ് എ സെക്കൻഡ് ഐജൻ വെക്ടർ. So this is our diagonalizer matrix. Okay, ഞാൻ ഇതിൻ്റെ ഇൻവേഴ്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 2x2ൻ്റെ ഇൻവേഴ്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാമല്ലോ. സോ ദിസ് ഇസ് ദ ഇൻവേഴ്സ്. ഓക്കെ, നൗ പി ഇൻവേഴ്സ് എ പി കമ്പ്യൂട്ട് ചെയ്യുന്നു. പി ഇൻവേഴ്സ് എ പി കമ്പ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടും 1006. നോക്കൂ, ഇത് ഡയഗണൽ മാട്രിക്സ് ആയി. ആ ഡയഗണൽ മാട്രിക്സിൻ്റെ ഡയഗണൽ എൻട്രീസ് നോക്കൂ, നമ്മുടെ ഐജൻ വാല്യൂസ് തന്നെയാണ്, എയുടെ ഐജൻ വാല്യൂസ് തന്നെയാണ്. അത് എഴുതിയിരിക്കുന്ന ഓർഡർ നോക്കൂ, ആദ്യം വന്നിരിക്കുന്നത് 1 then 6. നമ്മൾ പി എഴുതിയിരിക്കുന്നത് ഈ ഓർഡറിലാണ്. അതായത് പിയുടെ ആദ്യത്തെ കോളം എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന ഐജൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളമായിരുന്നു. രണ്ടാമത്തെ കോളം 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐജൻ വാല്യൂ, 6 എന്ന് പറയുന്ന ഐജൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐജൻ വെക്ടർ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ഡയഗണൽ ഫോം 1 6 എന്ന് വന്നത്. നേരെ തിരിച്ചായിരുന്നെങ്കിൽ അത് 6 1 എന്ന് വന്നേനെ. എന്തായാലും എങ്ങനെ വരും? ഡയഗണൽ മാട്രിക്സ് കിട്ടും. സോ ദിസ് ഇസ് ദി റിക്വയർഡ് ഡയഗണലൈസേഷൻ ഓഫ് ദ മാട്രിക്സ് എ. ഓക്കെ, അപ്പോൾ ഈ കമ്പ്യൂട്ടേഷൻ ഇവിടെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ കമ്പ്യൂട്ടേഷൻ വേണമെങ്കിൽ കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്യണമെന്നില്ല. അതായത് പി എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് ഉറപ്പായിരിക്കും. എന്ത്? പി ഇൻവേഴ്സ് എ പിയുടെ ഫോം ഇതായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഡയഗണൽ ആയിരിക്കും. ആ ഡയഗണലിൽ ഉണ്ടാവുക ഐജൻ വാല്യൂസ് ആയിരിക്കും. ഐജൻ വാല്യൂസിൻ്റെ ഓർഡർ എന്തായിരിക്കും? പിയിൽ നമ്മൾ ആ കോളംസ് ഇൻസേർട്ട് ചെയ്തതിൻ്റെ ഓർഡർ ആയിരിക്കും ഐജൻ വാല്യൂസിൻ്റെ ഓർഡർ വരുന്നത്. അപ്പോൾ പി ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു എ ഡയഗണൽ മാട്രിക്സ് എഴുതാൻ പറ്റും. ഇതെല്ലാം ഇതിൻ്റെ വെരിഫിക്കേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതിൽ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. ഒരു 3x3 മാട്രിക്സാണ് ഇവിടെ ഡയഗണലൈസ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോബ്ലം നിങ്ങൾ നോക്കുക. ഇവിടെ ആദ്യം ഐജൻ വാല്യൂസ് കാണുന്നു. ഇവിടെ നോക്കൂ, 3 ഐജൻ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ 3 2 ഐഡൻറ്റിക്കലാണ്, ഈക്വലാണ്. അപ്പോൾ ആക്ച്വലി ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 പേരേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് അതുകൊണ്ട് ഇത് ഡയഗണലൈസബിൾ അല്ല എന്ന് പറയാൻ പറ്റില്ല. എന്ത് ചെയ്യാം? ഡയഗണലൈസബിൾ ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്
ഈ 3x3 മാട്രിക്സ് ഡയഗണലൈസബിൾ ആവണമെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 3 ഐജൻ വെക്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാൽ മതി. അപ്പോൾ 3 ഇൻഡിപെൻഡൻ്റ് ഐജൻ വെക്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഇത് ഡയഗണലൈസബിൾ അല്ലാതെ വരുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ 2 ഡിസ്റ്റിങ്ക്റ്റ് ഐജൻ വാല്യൂസ് ഉണ്ട്. ഇവിടെ 2 ഉണ്ട്. 3 ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പറയായിരുന്നു. പക്ഷേ 2 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഐജൻ വെക്റ്റേഴ്സ് കമ്പ്യൂട്ട് ചെയ്ത് നോക്കി തന്നെ വേണ്ടി വരും. So we find eigenvectors corresponding to lambda equal to 1 and then lambda equal to -1. Lambda equal to 1 കറസ്പോണ്ടിങ് ആയിട്ട് ഐജൻ വെക്റ്റേഴ്സ് കമ്പ്യൂട്ട് ചെയ്തപ്പോൾ നോക്കൂ, കിട്ടിയ സിസ്റ്റം x1 ഈക്വൽ ടു x2. അപ്പോൾ റാങ്ക് 1 ആണ്. ഇവിടെ റാങ്ക് 1 ആണ്. ഫ്രീ വേരിയബിൾസിൻ്റെ എണ്ണം നോക്കൂ, 2 ഉണ്ട്. അപ്പോൾ ഇവിടെ x2 x3 ഈ 2 ഫ്രീ വേരിയബിൾസ് ആയിട്ട് എടുത്തു. സോ x1ൻ്റെ വാല്യൂ എ, x2ൻ്റെ വാല്യൂ എ, ബിക്കോസ് x1 ഈക്വൽ ടു x2. x2 എ ആയിട്ട് എടുക്കുമ്പോൾ അപ്പോൾ x1 എ തന്നെയാണ്. x3 ബി എന്ന് വിളിച്ചു. അപ്പോൾ ആ സൊല്യൂഷൻ നമുക്ക് എ ബി എന്ന് എഴുതാം. ഈ എ ബി എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാമല്ലോ, ഈ ഒരു കോമ്പിനേഷനിൽ എഴുതാമല്ലോ. കാരണം എ ബി എന്ന് പറയുന്നത് നോക്കൂ, എ 0 പ്ലസ് 0 ബി ആണല്ലോ. ഈ 2 സമ്മാണല്ലോ ഈ എ ബി എന്ന് പറയുന്നത്. എകൾ മാത്രമുള്ള കോളം പിന്നെ ബികൾ മാത്രമുള്ള കോളം, അങ്ങനെ എഴുതി. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ നിന്ന് എ കോമൺ ആയിട്ട് പുറത്ത് കിടക്കാം, രണ്ടാമത്തെ കോളത്തിൽ ബി കോമൺ ആയിട്ട് എടുത്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതാണ് 2 ബേസ് വെക്ടറുകൾ. നോക്കൂ, 1 1 0 0 0 1. ഇത് 2 ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതിലെ ആദ്യത്തെ ഐജൻ വാല്യൂ തന്നെ ലാംഡ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഐജൻ വാല്യൂ തന്നെ 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെക്ടറുകൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ഐജൻ വാല്യൂ എന്തായാലും ഒരാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാം കൂടെ ചേർന്നാൽ 3 ആയി. അപ്പോൾ ഉറപ്പായും ഇത് ഡയഗണലൈസബിൾ ആവും, കാരണം മാട്രിക്സിൻ്റെ ഓർഡർ 3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ V1 ലാംഡ ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 ഇൻഡിപെൻഡൻ്റ് ഐജൻ വെക്റ്റേഴ്സിൽ ആദ്യത്തെ ആൾ V1 എന്ന് വിളിച്ചു, രണ്ടാമത്തെ ആൾ V2 എന്ന് വിളിച്ചു. ഇനി ലാംഡ ഈക്വൽ ടു -1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐജൻ വെക്റ്റർ കമ്പ്യൂട്ട് ചെയ്യുന്നു. അത് കമ്പ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഇതാണ്. x1 ഈക്വൽ ടു -a, x2 ഈക്വൽ ടു a ആൻഡ് x3 ഈക്വൽ ടു 0 മീൻസ് -1 1 0. ഇതാണ് മൂന്നാമത്തെ ഐജൻ വെക്ടർ ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ പി മാട്രിക്സ്, ഡയഗണലൈസർ മാട്രിക്സ് ഏതാണ്? പി എന്ന് പറയുന്നത് V1 V2 V3 കോളമായിട്ട് ഇൻസേർട്ട് ചെയ്യാം. ഈ ഇൻസേർട്ട് ചെയ്യുന്ന കോളംസ് നിങ്ങൾക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാം. ഈ ഓർഡർ തന്നെ ആവണമെന്നില്ല. ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്ന ഓർഡറിലാണ് ഡയഗണൽ മാട്രിക്സിലെ ഐജൻ വാല്യൂസ് ഇൻസേർട്ടഡ് ആവുമെന്ന് മാത്രം ഓർത്താൽ മതി. എനിവേ, ആദ്യത്തെ ഐജൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 ഇൻഡിപെൻഡൻ്റ് ഐജൻ വെക്റ്റേഴ്സ് V1 V2. രണ്ടാമത്തെ ലാംഡ ഈക്വൽ ടു -1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐജൻ വെക്ടറാണ് V3. അപ്പോൾ ഇത് 3 കോളംസ് ആയിട്ട് എഴുതിയാൽ നമുക്ക് ഡയഗണലൈസർ മാട്രിക്സ് കിട്ടി. ഇനി നമുക്ക് വെരിഫൈ ചെയ്യണമല്ലോ, പി ഇൻവേഴ്സ് എ പി ഡയഗണൽ ആണോ എന്ന് വെരിഫൈ ചെയ്യണമല്ലോ. അതിന് പി ഇൻവേഴ്സ് കാണണം. പി ഇൻവേഴ്സ് കാണാൻ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് റോ റിഡക്ഷനിലൂടെ പി ഇൻവേഴ്സ് കമ്പ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. പി ഇൻവേഴ്സ് കമ്പ്യൂട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഓക്കെ, പി ഇൻവേഴ്സ് ഇങ്ങനെ കിട്ടി. ഇനി പി ഇൻവേഴ്സ് എ പി വെരിഫൈ ചെയ്യുമ്പോൾ നോക്കൂ, ഇതാണ് ആ ഡയഗണൽ ഫോം വരുന്നത്. ഡയഗണൽ ഫോമിൻ്റെ ഡയഗണൽ എൻട്രീസ് നോക്കിയേ, 1 1 -1. ഇത് തന്നെയല്ലേ നമ്മുടെ ഐജൻ വാല്യൂസ് ആയിട്ട് വന്നത്. ആ പിയിലെ കോളംസ് ഇൻസേർട്ട് ചെയ്തത് ആ ഓർഡറിൽ തന്നെയാണ് ഐജൻ വാല്യൂസ് ഇവിടെ വന്നിരിക്കുന്നത് ഡയഗണൽ മാട്രിക്സിൽ. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ഈ കമ്പ്യൂട്ടേഷൻ ഫുള്ളായിട്ട് കാണിക്കണമെന്നില്ല, അതിന് കുറച്ച് സമയമെടുക്കും. നേരിട്ട് ഈ ഡയഗണൽ ഫോം എഴുതിയാൽ മതി. ഡയഗണൽ ഫോം എഴുതുമ്പോൾ തെറ്റിക്കാതെ എഴുതുക, അതായത് ഈ ഓർഡറിൽ തന്നെ എഴുതുക. ഏത് ഓർഡർ? പി കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ ഏത് ഓർഡറാണോ സ്വീകരിച്ചത് അതേ ഓർഡറിൽ തന്നെ ആയിരിക്കും ആ ഡയഗണൽ മാട്രിക്സിലെ ഐജൻ വാല്യൂസ് ഇൻസെർട്ടഡ് ആവുന്നത്. അതായത് പി കൺസ്ട്രക്ട് ചെയ്യാൻ ഇവിടെ V1 V2 V3, ആദ്യത്തെ V1 V2 എന്ന് പറയുന്ന ഈ 2 പേരും ലാംഡ ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐജൻ വെക്ടറുകളാണ്. V3 എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു -1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള. അപ്പോൾ ഇതിൻ്റെ ഇതാണ് ഡയഗണലൈസർ. ഇതിനെ ഡയഗണലൈസ് ചെയ്യുമ്പോൾ അവസാനം ഡയഗണൽ മാട്രിക്സിൻ്റെ ഓർഡർ ഐജൻ വാല്യൂസ് ഡയഗണലിൽ വരിക 1 1 -1. അത് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഐഡിയ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളും ഉണ്ടെങ്കിൽ പറയണം. ഇനി ഇവിടെ മൂന്നാമത്തെ ഒരു പ്രോബ്ലം കൂടെ ഞാൻ ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. പിന്നെ ഇതിൻ്റെ പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. ഈ പ്രോബ്ലംസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയും ചെയ്യാം. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു.